എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യുവാണ് കുട്ടികളുടെ കൂടെ. നമ്മൾ കിംസ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. വിസ മെഡിക്കൽസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം 6:45 രാവിലെ ട്രെയിൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ട്രെയിനിൻ്റെ അകത്താണ്, ഫസ്റ്റ് ക്ലാസ് എ സിയിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ ട്രാവൽ എക്സ്പീരിയൻസ് വിത്ത് കിഡ്സ്, പിന്നെ വിസ മെഡിക്കൽസിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസ് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ പോയിട്ട് ഈവനിങ് തിരിച്ചു വരും. നമ്മൾ സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഏകദേശം 5 മണിക്കൂർ സംതിങ് ഉണ്ട് ട്രിവാൻഡ്രത്തേക്ക് എറണാകുളത്തുനിന്ന്. ആൻഡ് തിരിച്ചും അത്രയും തന്നെ ഉണ്ട്. അപ്പോൾ 10 hours സംതിങ് നമുക്ക് ട്രാവൽ തന്നെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ പ്രൊസീജിയേഴ്സ് അത് വേറെ ഉണ്ട്. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതാണ് ഫസ്റ്റ് ക്ലാസ് എ സിയുടെ ഇൻസൈഡ്. ഇതിങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറാണ്. നമുക്കിവിടെ ഒരു ലോക്കുണ്ട്, പിന്നെ കർട്ടൻ വരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് പ്രൈവസി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട് മേളിലേക്ക്, ഇങ്ങനെ മേളിലെ ബർത്തിൽ പോകാനായിട്ട്. താഴെയും ഇത് നമ്മൾ വന്നതിന് ശേഷമാണ് അവർ ഷീറ്റ്സൊക്കെ നമുക്ക് കൊണ്ടു തന്നത്, പുതിയ ബെഡ്ഷീറ്റ്സൊക്കെ. ആൻഡ് ബേബി പ്രാം ഇവിടെ വെച്ചു. ആൻഡ് ഇവിടെ ഒരു വലിയ മിററുണ്ട്, ദ ഹൈലൈറ്റ്. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുവാണ്. ഈ ട്രെയിന് ട്രിവാൻഡ്രം സെൻട്രലിൽ 11:30 ആകുമ്പോഴാണ് എത്തുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും, ബിക്കോസ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഉച്ച കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇതാ ഞാൻ ബേബിക്ക് ടീത്തറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് എൻഗേജ്ഡാക്കി ഇരുത്താനും. പിന്നെ ഇപ്പോൾ ടീത്തിങ് കുറച്ച് പല്ലൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കയ്യിൽ കരുതുവാണെങ്കിൽ കുറച്ച് നേരമൊക്കെ അവരതൊക്കെ കടിച്ച് അവിടെ ഇരുന്നോളൂ. ഇതുപോലെ നമ്മൾ ബേബി ഫുഡ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഈ പൗച്ചിൽ നിന്ന് തന്നെ ബേബീനെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ചധികം നാട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതുപോലെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ് നമുക്കത് ക്യാരി ചെയ്തുകൊണ്ട് പോയിട്ട് കുഞ്ഞിന് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഫോമുല മിൽക്ക് മിക്സ് ചെയ്യാനുള്ള ഹോട്ട് വാട്ടർ അതൊരു ഫ്ലാസ്കിൽ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ പൗച്ചിലാക്കിയിട്ട് ഇതുപോലെ ഈച്ച് ടൈം യൂസ് ചെയ്യാനുള്ള ഫോമുല മിൽക്കിൻ്റെ പൗഡർ സെപ്പറേറ്റ് ഓരോ സിപ്ലോ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും സെയിം ക്വാണ്ടിറ്റി നമുക്ക് മിക്സ് ചെയ്ത് വാട്ടർ ചേർത്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള ട്രാവൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമുക്ക്. പിന്നെ അതാ ഞാൻ നട്ട് ബാർസൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ട്രെയിനിൽ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ 11:30 ആയപ്പോൾ എറണാകുളം സെൻട്രലിൽ എത്തി. നേരെ അവിടെ നിന്നൊരു യൂബർ പിടിച്ച് ഇങ്ങോട്ട് വിസ മെഡിക്കൽസിൻ്റെ അങ്ങോട്ട് പോകുന്നു, കിംസിലേക്ക്. നമുക്കിനി ഒരു 2.5 hours ഉണ്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ കിംസിലെ ഈ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി യമ്മി. അന്ന് കഴിച്ചത് വെജായിരുന്നു. വെജ് ഈസ് ബെറ്റർ ദാൻ ദിസ് ചിക്കൻ ബിരിയാണി. അപ്പോൾ എനിവേസ് അപ്പോൾ അതെല്ലാം കഴിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോയ സമയം ട്രെയിനിൽ കഴിക്കാനുള്ള ഡിന്നർ ഈ ക്യാൻറ്റീനിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് പോയത്. കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞുവാവയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ആയി തുടങ്ങി. അപ്പം മോളും ഞാനും മാറി മാറി സ്ട്രോളർ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് നടന്നു. അപ്പോൾ അവന് ഒരു മൂമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ ആൾ കൂളായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നേരം നമ്മുടെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർ വിളിച്ചത്. അങ്ങനെ ഫൈനലി നമ്മൾ കിംസ് ഹോസ്പിറ്റലിലെ വിസ മെഡിക്കൽസിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇപ്പം 7:15 നമ്മുടെ ട്രെയിന് ട്രിവാൻഡ്രം സെൻട്രൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഓൾറെഡി ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ 6:30 ആയി. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ കയറി ഇരിക്കുവാണ്. ഇതും ഫസ്റ്റ് ക്ലാസ് തന്നെയാണ്. പക്ഷേ ഓൺലി ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നതിന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 പേർക്കുള്ള ഇതായിരുന്നു. ഇവിടെ ഇപ്പം 4 പേർക്കുള്ളതുണ്ട്. അപ്പുറത്ത് ആരെങ്കിലും വരുമോ എന്നറിയില്ല. ഇങ്ങനെ 2 ബർത്തും ഇതെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം
സെയിം തന്നെയാണ്, ഇങ്ങോട്ട് വന്ന ട്രെയിൻ പോലെ തന്നെയാണ്. ഇന്നൊരു സൂപ്പർ ടയറിങ് ഡേയും കൂടി ആയിരുന്നു. ട്രാവൽ ഓക്കെ ആയിരുന്നു, കാരണം നമുക്ക് നല്ല സ്പേസും അങ്ങനെ ഇരുന്നും കിടന്നൊക്കെ പോകാനൊക്കെ പറ്റി. കുഞ്ഞുവാവയുണ്ട്, അപ്പോൾ ട്രാവലെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് അത്രയും സമയം കുറച്ച് മടുത്തു. ബിക്കോസ് ഇതെല്ലാം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യണമായിരുന്നു. ആൻഡ് ബേബി ഉള്ളതുകൊണ്ട് പിന്നെ ബേബീനെ അതിനിടയ്ക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പോയി, ഫീഡ് ചെയ്യാൻ പോയി. പിന്നെ മോനാണെങ്കിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും മടുത്തു. സോ അങ്ങനെ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ടൂറിസ്റ്റ് വിസയ്ക്കാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അപ്പോൾ എബവ് 3 month ഉള്ള വിസയാണെങ്കിൽ മെഡിക്കൽസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 month വരെയുള്ള വിസയാണെങ്കിൽ നമുക്ക് മെഡിക്കൽസ് ചെയ്യേണ്ട. ഞങ്ങൾ 6 month അല്ലെ 1 yearലേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് മെഡിക്കൽസ് ഇതുപോലെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മെയിൽ വരും, HAP ഹാപ്പ് ID എന്ന് പറഞ്ഞിട്ട് 2 ഡോക്യുമെൻ്റ് വരും. അപ്പം അതിൽ ആർക്കൊക്കെയാണ് മെഡിക്കൽസ് ചെയ്യേണ്ടത്, ചെസ്റ്റ് എക്സ്റേ, എനിക്ക് ഇന്ന് ചെസ്റ്റ് എക്സ്റേ ഉണ്ടായിരുന്നു, അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഹൈറ്റ് വെയിറ്റ്, പിന്നെ നമ്മുടെ ഐയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിന് വേണ്ടിയിട്ട് ഹൈറ്റ് വെയിറ്റ് അതൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ ഒരു പീഡിയാട്രീഷ്യൻ ഓവറോൾ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ വാക്സിനേഷൻ കാർഡ് കൊണ്ടുപോകണമായിരുന്നു കുട്ടിയുടെ, അത് മസ്റ്റ് തിങ് ആണ്. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കിംസിലെ. പിന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് HAP ID ഹാപ്പ് ID എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡോക്യുമെന്റ് മെയിലിൽ വരും. അത് നമുക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ വാക്സിനേഷൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ്. അപ്പോൾ അതൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളത് ഓരോ കൺട്രിയിലേക്കും ഉള്ളത് ഡിഫറെൻ്റ് ആണ്. അത് അവരുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ നേരത്തെ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എപ്പോഴാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് ടൈമൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഡീറ്റെയിൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 hour ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യാൻ കരുതി വേണം പോകാനായിട്ട്. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 മണിക്കൂർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കഴിഞ്ഞു. ട്രെയിന് രാത്രി 10:30 മണിയാവും എറണാകുളത്ത് എത്താനായിട്ട്. എറണാകുളം സൗത്തിലാണ് എത്തുന്നത്. പിന്നെ അവിടുന്ന് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ. ട്രെയിൻ യാത്ര, ഫസ്റ്റ് ക്ലാസ് AC-യിലുള്ള എക്സ്പീരിയൻസ് കുഞ്ഞുങ്ങളുടെ കൂടെ, പിന്നെ വിസ മെഡിക്കൽസ്, ഓസ്ട്രേലിയയിലേക്കുള്ള വിസ മെഡിക്കൽസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വ്ളോഗ്, 1 day ട്രിപ്പ്. അപ്പം see you in the next video. Till then, bye bye.